പ്രണയസഖി ഭാഗം 20. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. സുജയുമായി വഴക്കിട്ട് പ്രേം നേരെ അവൻ്റെ മുറിയിലേക്കാണ് പോയത്. തലയ്ക്ക് മീതെ കൈവച്ച് കിടക്കുമ്പോൾ അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞിരുന്നു. പുറമേ സ്നേഹം കാണിച്ചില്ലെങ്കിലും അവൻ്റെ പെങ്ങളോട് അവനുള്ളിൽ വലിയ സ്നേഹം തന്നെയായിരുന്നു. പക്ഷേ അവളുടെ പ്രവൃത്തികൾ അവളെ വെറുക്കാൻ കാരണമാക്കി. കുടുംബത്തിന് അവൾ കാരണമുണ്ടായ ചീത്തപ്പേരൊന്നുമായിരുന്നില്ല അവന് അവളോടുള്ള ദേഷ്യത്തിനും അകൽച്ചയ്ക്കും കാരണം. ഒരിക്കൽ പോലും അവൾ എന്നോട് ഒരു വാക്ക് പോലും പറയാതെ പലതും ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. ഓരോ പ്രശ്നത്തിലേക്ക് അവൾ ചെന്ന് ചാടിക്കൊടുത്തതുപോലെ. ചിലതൊക്കെ അവൾക്ക് മുൻകൂട്ടി കണ്ടെങ്കിലും മാറ്റിക്കളയാമായിരുന്നു. അവൾ ഒരാളെ സ്നേഹിച്ചു പോയതൊന്നും ഒരു തെറ്റായി കണ്ടിരുന്നില്ല. പക്ഷേ അർഹതയില്ലാത്ത ഒരുത്തിനു വേണ്ടി എല്ലാവരുടെയും മുന്നിൽ അവൾ തലകുനിച്ച് നിൽക്കേണ്ടി വന്നതായിരുന്നു അവൻ്റെ ദേഷ്യം കൂട്ടിയത്. അതവൻ അവളോട് കാണിക്കാതെ അകന്നു നിന്നു. ഗൗതമിൻ്റെ കൂടെ അവളെ പറഞ്ഞു വിടുമ്പോൾ പോലും മനസ്സിലൊരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ അവിടെ നന്നായി കഴിയണം, എല്ലാം മറന്ന് സന്തോഷത്തോടെ ജീവിക്കണം. കഴിഞ്ഞു പോയതൊക്കെ അവളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് സങ്കടങ്ങൾ മാത്രമായെന്ന് അവൾ മനസ്സിലാക്കി ജീവിക്കണം. പതിയാണേലും അവളോട് ഞാൻ അടുത്തു തുടങ്ങിയേനെ. പക്ഷേ അവൾ അപ്പോഴേക്കും ചെയ്തു വച്ചേക്കുന്നത് എന്താണ്? അവന് വല്ലാത്ത ദേഷ്യം തോന്നി തൻ്റെ പെങ്ങളോട്. അവൾ പിന്നെയും പിന്നെയും തെറ്റിലേക്ക് പോകുന്നതിൻ്റെ അമർഷം അവനിൽ നിറഞ്ഞു. കിരണുമായി അവൾക്ക് വീണ്ടും എന്തോ ഇടപാടുണ്ടെന്ന് ഗൗതം പറയുമ്പോൾ അവളെ തല്ലാനുള്ള കലിയോടെയാണ് ലീവ് എടുത്ത് ഇങ്ങോട്ട് വന്നത് തന്നെ. ആദ്യം ഗൗതമിനോട് കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ അവൻ നടന്നതെല്ലാം പറയുമ്പോൾ അവളെ തേടിപ്പിടിച്ച് രണ്ടെണ്ണം കൊടുക്കാനിറങ്ങിയതാണ്. അവനാണ് വേണ്ടെന്ന് പറഞ്ഞത്. നാട്ടുകാരെ അറിയിച്ച് നാണക്കേടാവണമെന്നുള്ള ഗൗതമിൻ്റെ വാക്കിന് മുന്നിൽ അവനാണല്ലോ ഇതിൻ്റെ പേരിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും. അതുകൊണ്ട് മാത്രം അടങ്ങിയതാണ്. ഇനി അവൻ്റെ തീരുമാനം എന്താണെന്നൊക്കെ അറിയാമെങ്കിലും കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല. സ്വയം തലകുനിഞ്ഞ് നിൽക്കാനുള്ളത് പെങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ, അതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടത്? ഗൗതമിനെ പോലെ ഒരാളെ അവൾക്ക് കിട്ടിയത് തന്നെ അവളുടെ ഭാഗ്യമാണ്. ഇപ്പോഴും ഈ നിമിഷം വരെ അവൻ ചിന്തിക്കുന്നത് ഈ കുടുംബത്തെപ്പറ്റിയും ഇവിടെ ഉള്ളവരെ പറ്റിയുമൊക്കെയാണ്. മുന്നോട്ട് നമ്മുടെ കുടുംബത്തിനുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെപ്പറ്റിയാണ്. പക്ഷേ അവൾ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചോ? അവൾക്ക് അവളുടെ കാര്യം മാത്രം. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഗൗതം പറഞ്ഞതുകൊണ്ട് മാത്രം തേടിപ്പോകുന്നില്ല. എവിടെയാണെന്ന് തിരക്കാനും പോയിട്ടില്ല. അവളായി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. എന്തോ പ്രേമിനൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തതുപോലെ തോന്നി. എന്തൊക്കെയോ അവൾ ചെയ്തു വച്ചേക്കുന്നത്. സ്വന്തം ജീവിതം തുടങ്ങും മുന്നേ നശിപ്പിച്ചു കളഞ്ഞവൾ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും അവളെ ഇവിടുന്ന് ആരും വിളിക്കാൻ പോകുന്നില്ല, അത്ര തന്നെ പ്രേം ഉറപ്പിച്ചിരുന്നു. ഹിരണിയുടെ കൂടെയാണ് പൂജയുള്ളതെന്ന് ഇതുവരെ പൂജയുടെ വീട്ടുകാർക്ക് അറിയില്ല. ഹിരണി അവളുടെ വീട്ടിൽ പറഞ്ഞിട്ടുമില്ല. അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവരെ അറിയാവുന്ന ആരും തന്നെ ഇല്ലാത്തതുകൊണ്ട് അറിയാവുന്ന ആരും അവരുടെ കാര്യം അറിഞ്ഞതുമില്ല. രണ്ടുപേരുടെയും വീട്ടുകാർ അത്ര രസത്തിലല്ലാത്തത് കൊണ്ട് അവരുടെ ഇരുവീട്ടിലെ കാര്യങ്ങളും ആരും അറിയാനും പോകുന്നില്ലായിരുന്നു. പതിവ് പോലെ ജോലി കഴിഞ്ഞ് ഇറങ്ങിയതാണ് രണ്ടാളും. ഹിരണി പറഞ്ഞതുപോലെ മാനേജർ മനഃപൂർവ്വം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഒരുപാട്. ഇന്നും എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് അയാൾ താമസിച്ചാണ് വിട്ടത്. അവളുടെ വണ്ടി കിട്ടിയതുകൊണ്ട് ഇനിയിപ്പോൾ താമസിച്ചാലും കുഴപ്പമില്ല, പെട്ടെന്ന് ചെല്ലാമല്ലോ. എന്തേലും വാങ്ങാനുണ്ടോടി? വണ്ടിയിലേക്ക് കയറും മുന്നേ ഹിരണി ചോദിച്ചു. ഇല്ലടാ, ഇന്നിനി ചെന്ന് നോക്കിയിട്ട് നാളെ വാങ്ങാം. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം, നല്ല ക്ഷീണം തോന്നുന്നു. എന്നാൽ പോയേക്കാം, വാ കയറ്. രണ്ടാളും കയറി വണ്ടി മുന്നോട്ടെടുത്തിരുന്നു. പൂജയ്ക്കെന്തോ വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ ആകെ ഒരു അസ്വസ്ഥത തോന്നി. എന്താണെന്നറിയാത്തതുപോലെ. എന്താണോ ദൈവമേ, ആകെയൊരു പൂജ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണു നട്ടു. മുന്നിലേക്ക് പെട്ടെന്ന് ആഞ്ഞു പോയതും ഹിരണിയെ വട്ടം ചുറ്റിപ്പിടിച്ച് പൂജ. ഒരു നിമിഷം രണ്ടാളും ഭയന്നുപോയി. ഏതവനാണോ? ഹിരണിയുടെ ശബ്ദം കേട്ട് പൂജയുടെ കണ്ണുകൾ തങ്ങളുടെ വണ്ടിക്ക് വട്ടം കയറി വന്ന വണ്ടി ആരുടേതാണെന്ന് അറിയാനായി മുന്നിലേക്ക് നോക്കിയതും കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി നോക്കുന്നവനെ കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. ഞെട്ടലോടെ അവൾ ഹിരണിയെ മുറുകെ പിടിച്ചു. പൂജയുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഭയം കൊണ്ട് അവളുടെ ദേഹമൊക്കെ തളർന്ന് താനിപ്പോൾ നിലത്തേക്ക് ഊർന്നു വീഴുമെന്ന് തോന്നി അവൾക്ക്. അത്രത്തോളം ഭയം അവളെ കീഴ്പ്പെടുത്തിയിരുന്നു. ഹിരണിയുടെ മറവിലേക്ക് അവൻ കാണാതെ ഒളിക്കുമ്പോൾ തലയിലിരിക്കുന്ന ഹെൽമറ്റിൽ തൻ്റെ മുഖം അവൾ ഒളിപ്പിച്ചു. നമുക്ക് പെട്ടെന്ന് പോകാം ഹിരണി, വഴക്കിന് നിൽക്കല്ലേ. പൂജ പതിയെ അവളെ ചെവിക്കടുത്തേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും ഹിരണി അയാളെ എന്തോ പറയാൻ വന്നതും വിഴുങ്ങിക്കളഞ്ഞു. പൂജ അങ്ങനെ പറയണമെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. തൻ്റെ കൂടെ സ്വാതന്ത്ര്യത്തിൽ നടക്കുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണുകൾ എപ്പോഴും തനിക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അവൾ ശ്രദ്ധിക്കാറുണ്ട് ഈ നാട്ടിൽ.
ആരെയും കാണരുതെന്ന് പ്രാർത്ഥിച്ചാണ് അവൾ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് തന്നെ. അയാൾ കാറിൽ നിന്നിറങ്ങി വരും മുന്നേ പൂജ പറഞ്ഞത് കേട്ട് ഹിരണി പെട്ടെന്ന് വണ്ടി തിരിച്ചു. അവനെ കാണാതെ പിന്നിൽ ഒളിച്ചവൾ അവളെ മുറുകെ പിടിച്ചു. കുറച്ചു ദൂരം പിന്നിട്ടതും അവൾക്ക് സമാധാനമായി. അവൻ്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞല്ലോ, ആ ഒരാശ്വാസം അവൾക്ക് തോന്നി. എന്നാലും അവൻ എങ്ങനെയാകും ഇവിടെ? ഇനി നേർക്കുനേർ കാണേണ്ടി വരുമോ? അവനെ പേടിച്ച് സിം പോലും മാറ്റിയിരുന്നു. അവനെ മാത്രമല്ല, വേറെ ആരെയൊക്കെയോ. ഒരു ഒളിച്ചോട്ടം തന്നെയല്ലേ ഇത്? നാട്ടിലൊക്കെ ഇപ്പോൾ എന്തായിരിക്കും തന്നെപ്പറ്റി പറയുന്നത്? എല്ലാവർക്കും തന്നോട് വെറുപ്പായിരിക്കും. ആളുകൾ പല വിധത്തിലുള്ള കഥകളായിരിക്കും നിറം പിടിപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ, അതേപ്പറ്റി അങ്ങനെ ആലോചിക്കാറില്ല. ആലോചിക്കാൻ പോയാൽ തലയ്ക്ക് വട്ടുപിടിക്കും. എന്താ പൂജ, ആരാ അത്? നിനക്ക് അയാളെ അറിയാമോ? കുറച്ച് ദൂരമായിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്നവളെ കണ്ട് ഹിരണി ചോദിച്ചു. അറിയാം. പൂജയ്ക്ക് അവളോട് ഒന്നും ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ആരാ അത്? കിരൺ. പൂജ പറഞ്ഞതും ഫ്ലാറ്റിലേക്ക് അവളുടെ വണ്ടി കയറിയിരുന്നു. ഒന്നും മിണ്ടാതെ കയറിപ്പോകുന്നവളെ ഒന്ന് നോക്കിയിട്ട് ഹിരണി അവൾക്ക് പിന്നാലെ വേഗത്തിൽ കയറിപ്പോയി. ഹിരണിക്ക് എത്ര ഓർത്തെടുക്കാൻ നോക്കിയിട്ടും അതാരാണെന്ന് പിടികിട്ടിയില്ല. ഒരുമിച്ച് നടന്നതൊക്കെ ആയതുകൊണ്ട് ഒരുവിധം ആളുകളെ അറിയാം. അവൾ അവളുടെ ഭർത്താവെന്ന് പറയുന്ന ആളെ കാണിച്ചു തന്നിട്ടുണ്ട് ഫോണിൽ. അങ്ങനെ അയാളെ അറിയാം. അവൾ പറഞ്ഞത് കിരണാണെന്നല്ലേ? അതവളുടെ കാമുകനായിരുന്ന ആളല്ലേ ഇപ്പോൾ വന്നത്? കിരണിനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഹിരണിക്ക് മനസ്സിലായില്ലെന്നുള്ളതാണ് സത്യം. വർഷങ്ങൾ ഒരുപാട് കടന്നു പോയിരുന്നില്ലേ? ഹിരണി വേഗത്തിൽ പൂജയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് ഹിരണിക്ക് വ്യക്തമായി അറിയാം. ഹിരണി അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ബെഡിലിരുന്ന് എന്തോ ആലോചിച്ചിരിക്കുന്നവളെയാണ്. ഓഫീസിൽ പോയപ്പോഴിട്ട ഡ്രസ്സ് പോലും മാറിയിട്ടില്ലവൾ. എന്താ, വന്നിട്ട് കുളിക്കുന്നില്ലേ? അല്ലെങ്കിൽ വരുമ്പോഴേ കുളിച്ചിട്ടല്ലേ വേറെ പണിക്ക് നിൽക്കൂ നീ? എന്താ, തലവേദനയാണോ? ഹിരണിയുടെ ചോദ്യം കേട്ട് പൂജ അവളെ നോക്കി. അല്ല, കിരണിനെയല്ലേ കണ്ടത്. ഇന്നിനി തലവേദനയായിരിക്കുമല്ലോ നിനക്ക്. നീ എന്നെ കളിയാക്കുവാണോ? പൂജയുടെ കണ്ണ് പെട്ടെന്ന് നിറഞ്ഞു. ഏയ്, എന്താ പെണ്ണീത്? എപ്പോൾ ആണെങ്കിലും ഇങ്ങനെയൊക്കെ അവനെ കാണേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയല്ലേ നമ്മൾ കരുതിയത്. ഞാൻ എപ്പോഴും പറയുന്നതല്ലേ, ഇനി ആരെ ഓർത്തും വിഷമിക്കരുതെന്ന്. ഹിരണി അവൾക്കടുത്തേക്ക് ചെന്നിരുന്നുകൊണ്ട് പറഞ്ഞതും പൂജ അവളുടെ തോളിലേക്ക് ചായാൻ അവൾക്കപ്പോൾ ഒരു തണൽ ആവശ്യമായിരുന്നു. പൂജ കുറച്ചധികം നേരമായി തന്നോടൊന്നും പറയാതെ തോളിൽ ചാഞ്ഞു കിടക്കുന്നവളെ ഹിരണി പതിയെ നോക്കി. പിന്നെ മെല്ലെ തട്ടി വിളിച്ചു. ജീവനില്ലാതെ പതിയെ മൂളി. എന്തു പറ്റി പൂജ? ഇനിയും അത് വിടാറായില്ലേ നിനക്ക്? ഒരാളെ കണ്ടതിൻ്റെ പേരിൽ നീ ഇങ്ങനെ ഡൗൺ ആയിപ്പോയാൽ എങ്ങനെയാ പൂജ? അത് വിട്ടുകള. അയാൾ ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാവും. തിരികെ പോകുന്ന വഴിയാകും നിന്നെ കണ്ടത്. അല്ലേലും അയാൾ നിന്നെ കണ്ടിട്ടൊന്നുമില്ലല്ലോ. ഹിരണി, അയാൾ എന്നെ ചിലപ്പോൾ തേടി വന്നതാവും. അങ്ങനെ അയാൾ എന്നെ വെറുതെ വിട്ടെന്ന് കരുതി ജീവിച്ചതല്ല ഞാൻ ഇത്രയും നാളും. എന്നെങ്കിലും ഇതുപോലെ കാണേണ്ടി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതിനിപ്പോൾ എന്താ? അയാൾ വരട്ടെ, വന്നിട്ട് പോട്ടെ, നമുക്കെന്താ? നിന്നെ എന്തായാലും കണ്ടിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ നിന്നെ തേടി വന്നതാണെങ്കിൽ തന്നെ നീ എന്തിനാ പേടിക്കുന്നേ? അവനെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. അവൻ ഒറ്റൊരാൾ കാരണമാണ് നിന്റെ ജീവിതം ഇങ്ങനെയായത്. അവനെ ഇനിയും പേടിക്കാനോ? ഹിരണിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവളുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ആദ്യം ദേഷ്യം തോന്നിയത് കിരണിനോടായിരുന്നു. പൂജയുടെ ജീവിതം മൊത്തത്തിൽ നശിപ്പിച്ചത്. അവനെ കണ്ടില്ലായിരുന്നിൽ പൂജയ്ക്ക് ഇത്രയും നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകില്ലായിരുന്നു. ഗൗതമിൻ്റെ കൂടെയായിരുന്നിൽ അവൾക്ക് ഇങ്ങനെ ഇപ്പോൾ ഒറ്റപ്പെട്ട് കഴിയേണ്ടിയും വരില്ലായിരുന്നു. ഇതിപ്പോൾ ജീവിതവുമില്ല, ഒന്നുമില്ല. എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടും പിന്നാലെ വരാൻ അവൻ ഇറങ്ങിയിരിക്കുന്നു. പിന്നെയും ഇല്ല, അവളെ അങ്ങനെ വിട്ടുകൊടുക്കില്ല ഞാൻ. മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ളതല്ല പൂജ. എനിക്ക് പേടിയാകുന്നു. അയാൾ എന്നെ വെറുതെ വിടില്ല. അന്ന് അവനെ അവസാനം കണ്ടപ്പോൾ എങ്ങനെയാ ഞാൻ അവൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതെന്ന് എനിക്ക് മാത്രമേ അറിയൂ ഹിരണി. ഇല്ല, അവൻ ഇനിയും എന്നെ വേട്ടയാടി പിടിക്കാൻ നോക്കും. സ്നേഹമല്ല, അവൻ എന്നോട് മറ്റെന്തോ. ഞാൻ സ്നേഹിച്ചപ്പോൾ ഉള്ള ആളെയല്ല അവനിപ്പോൾ. അവൻ്റെ സംസാരം, പ്രവൃത്തി എല്ലാത്തിനും ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിരുന്നു. മറ്റാരെയോ പോലെയാണ് അവൻ എന്നോട് സംസാരിച്ചത് തന്നെ. ആദ്യം അവൻ നിൻ്റെ മുന്നിൽ അഭിനയിച്ചു നിന്ന് നിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തനി സ്വഭാവം കാണിച്ചു തുടങ്ങി. അവന് നിന്നെ കെട്ടാൻ അത്രയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നേൽ അവൻ വന്നേനെ നിന്നെ തേടി. അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അവൻ അറിയിച്ചേനെ അവൻ്റെ സാഹചര്യം എന്താണെന്ന്. പക്ഷേ അവനെന്താ ചെയ്തേ? നിൻ്റെ കല്യാണം കഴിയും വരെ നിൻ്റെ അവസ്ഥ എന്താണെന്ന് പോലും അറിയാൻ നിൽക്കാതെ ഒളിച്ചിരുന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ വന്നേക്കുന്നു. ഹിരണിക്ക് പറയുമ്പോൾ പുച്ഛമായിരുന്നു. എനിക്കറിയാടി, എനിക്കതൊക്കെ മനസ്സിലായി വന്നപ്പോൾ സമയമെടുത്തു.
ഇങ്ങനെ ഒരാളെയാണല്ലോ ഞാൻ സ്നേഹിച്ചതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുകയാണ്. അയാളുടെ സ്നേഹത്തിൽ ചതിയുണ്ടായിരുന്നു. അയാൾക്ക് വേണ്ടി എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. ഇപ്പോഴും ഞാനിങ്ങനെ. എനിക്കറിയില്ലടി, അയാളെ കൊല്ലാൻ തോന്നുന്നുണ്ട് എനിക്ക്. ഇത്രയും വർഷം അയാളെ ഞാൻ സ്നേഹിച്ചു. എൻ്റെ ജീവിതം കളഞ്ഞതിന് എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുകയാണ്. പൂജ പറഞ്ഞ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ ഉള്ള സമാധാനം കൂടി കളയും. അയാൾ നിന്നെ തേടി വന്നത് ആണെങ്കിൽ വരട്ടെ, നേരിട്ട് തന്നെ. നമുക്കവനെ നേരിടാം. ഇവിടുന്ന് എന്നാണേലും അവനൊന്നും ചെയ്യില്ല. നിനക്കിനി അവനെ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നീ ഒറ്റയ്ക്ക. ഒന്നും നഷ്ടപ്പെടുമെന്നുള്ള പേടി നിനക്കിനി വേണ്ട പൂജ. അതാടി എൻ്റെ ധൈര്യം. നീ പറഞ്ഞതുപോലെ വരട്ടെ. അവൻ്റെ ഉദ്ദേശം ഒന്നും നടക്കില്ലിനി. എന്നെ ഇത്രയും ദ്രോഹിച്ചിട്ട് അവനെ പേടിച്ചിരിക്കാനും ഞാനില്ല. അങ്ങനെ പറ. ഗുഡ് ഗേൾ. ഇനി എഴുന്നേറ്റ് പോയി കുളിച്ചേ. നീ വന്നിട്ട് നമുക്ക് എന്തേലും കഴിക്കാം. ഹിരണി അവളെ എണീപ്പിച്ച് കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറ്റിവിട്ടു. പൂജ ബാത്റൂമിലേക്ക് പോയതും ഹിരണിയുടെ ഉള്ളിൽ പൂജയെപ്പറ്റി മാത്രമായിരുന്നു ചിന്ത. തുടരും. അടുത്ത പാട്ട് പെട്ടെന്നിടാം. കമൻസ് ഇടണം. ഞാൻ കമൻറ്റ് വായിക്കാൻ റിപ്ലൈ തരികയും ചെയ്യാം. താങ്ക് യു.